നമുക്കിന്ന് ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ കൈ നനഞ്ഞ് മീൻ പിടിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് ജർമ്മൻ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കാതെ എങ്ങനെ പൈസ ഉണ്ടാക്കാം. ആക്ച്വലി ഇറ്റ് ഈസ് ഇല്ലീഗൽ. ഇത് കേട്ടിരിക്കുന്നത് ആ രീതിയിൽ കണ്ടിരിക്കണം. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള 2 വഴികളാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റത്തെ വഴി എങ്ങനെയാന്ന് പറയും. ഫസ്റ്റ് പല വഴികളുണ്ട്. ആക്ച്വലി ഈ ജോബ്സ് എന്നൊക്കെ പറയുന്നത് പിള്ളേരെ നോക്കാനും ഏജ്ഡ് ആയിട്ടുള്ളവരെ നോക്കാനും പട്ടിനെ നോക്കാനും ഒക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരായിട്ട് സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വീൽ ചെയറിൽ അമ്മച്ചിയാണെങ്കിൽ അമ്മച്ചിയായിട്ട് സംസാരിക്കുക. അമ്മച്ചിക്ക് ഇനി പട്ടിയോ ക്യാറ്റോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരായിട്ട് കൂടുതൽ എടുക്കാൻ നോക്കുക. അതൊരു വഴി നമുക്ക് അമ്മച്ചിയിലോട്ട് അല്ലെങ്കിൽ അപ്പച്ചിയിലോട്ട് കൂടുതൽ കണക്ഷൻ കിട്ടും. അതൊരു വഴി. അതല്ലെങ്കിൽ നേഴ്സിംഗ് പിള്ളേരുടെ, അതായത് ജർമ്മനിയിൽ നേഴ്സിംഗ് ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പിള്ളേർക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംബുലാൻസിന്റെ പ്രസവം കൊണ്ട്, അതായത് വീടുകളിൽ പോയിട്ടുള്ള കയറുക, ആ സമയത്ത് അവിടെയുള്ള അമ്മമാരും അപ്പച്ചമാരൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക കമ്പനിയാക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ അവരും നമുക്ക് ചിലപ്പോൾ ജോലി തരാറുണ്ട്. പിന്നെ ഈ ജോലി പിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗലാണ്, പക്ഷേ ഇതെല്ലാം ക്യാഷ് ഇൻ ഹാൻഡ് ആണ് എപ്പോഴും. കാരണം അവർക്കും അറിയാം ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച്. പിന്നെ എപ്പോഴും പിടിക്കപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് വഴി ആരെങ്കിലും നമ്മളെ പെടുത്തിയാലേ ഉള്ളൂ. പക്ഷെ ആ കേസിലും ഒരു ഗുണമുണ്ട്. അതിന് നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് എന്താണ് ഒരു തെളിവോ ഇതൊന്നും ഇല്ല. പക്ഷെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് കൂടുതൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഏൺ ചെയ്യാം എന്ന് ഞാനൊരു മാർഗം മാത്രമേ പറയുന്നുള്ളൂ. ഒരിക്കലും ജോലി തരുന്ന ആൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഇതറിയുന്ന മറ്റു ഫ്രണ്ട്സ് ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക ഒരു ഇത് പറയുന്നത്. പിന്നെ വേറൊരു ഓപ്ഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.